ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹണി ചിക്കനാണ്. പക്ഷെ എല്ലാവരും ഓണം മൂഡിലായിരിക്കും, ഓണം റെസിപ്പിയൊക്കെ തപ്പിയിരിക്കുന്ന നേരമായിരിക്കും. എന്തായാലും ഇവിടെ എടുക്കട്ടെ, ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതൊരു വീഡിയോ എടുത്തിട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി നാളായി വിചാരിക്കുന്ന ഒരു ഹണി ചിക്കൻ ഉണ്ടാക്കണമെന്ന് മോളും പറയാറുണ്ട്. പലപ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാവാറില്ല, അപ്പോഴൊക്കെ സ്കിപ്പ് ചെയ്ത് പോകും. എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് മോള് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഹണി ഉണ്ടായിരുന്നു, ബാക്കി ഇല്ലാത്തതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാമല്ലോ. എന്തായാലും ഓൾറെഡി നമ്മൾ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഈ സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണമായിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. 1 മണിക്കൂറൊക്കെ മാറ്റി വയ്ക്കും. ആ സമയങ്ങളിൽ നമുക്കിവിടെ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അത് ഒരു മുട്ട, പിന്നെ ഒരു 1/3 കപ്പ് മൈദ, പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഇത് ആക്കണം. ഒരു മുട്ട എടുത്തപ്പോൾ എനിക്ക് തികഞ്ഞില്ല. ആ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര കട്ടിയായി വന്നപ്പോൾ ഞാൻ ഒരു മുട്ട കൊണ്ട് ചേർത്തു. അപ്പോൾ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായി പോയി. എന്തായാലും വേണ്ടില്ലേ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ അതിലിട്ടു, നന്നായി കോട്ട് ചെയ്തെടുത്തു. പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, ചൂടാകുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. നല്ല രീതിയിൽ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോട്ടാ. അതിലേക്ക് വേറില്ല. എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ മെയിൻ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത സോസാണ് ഹണി ചിക്കൻ്റെ. ഹണി ചിക്കൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് നമ്മളെല്ലാവരും ഇല്ല പല ഇതിലും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ സോസാണ് ഈ ഹണി ചിക്കൻ്റെ മെയിൻ ഒരു ഇത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ ബട്ടർ ഉണ്ടായിരുന്നു, അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തു. നേരത്തെ വെളിച്ചെണ്ണ വറുത്തെടുത്ത ഓയിലുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തു. സൺഫ്ലവർ ഓയിൽ വറുത്തിട്ടുള്ളത്. എന്നിട്ട് വറുത്തെടുത്ത ഓയിലിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ചേർക്കണമായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അവസാനം അത് ഞാൻ ഫ്രൈ ചെയ്തിടുക ചെയ്തത്. പിന്നെ അതിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ് ആൻഡ് ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഈ ചിക്കൻ്റെ ഹണി ചിക്കൻ എന്ന് പറയുന്ന അതിലത്തെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിയാണല്ലോ. ഇനി നമുക്ക് ഹണി ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ഹണി ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഇതിനൊരു ഗ്രേവിക്കൊരു കുറുകിയൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി മല്ലിയിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ടില്ല. അപ്പോൾ അതൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടണം അതിൽ. ചില്ലി ഫ്ലേക്സും മറക്കരുത്, ചില്ലി ഫ്ലേക്സ് ഇടാം. അങ്ങനെ ഞാൻ അവസാനമാണ് ഈ സംഭവങ്ങളെല്ലാം ചേർത്തത്. ഹണി എന്താ പറയുക, നമ്മുടെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലിട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇടുക ചെയ്തത്. അതാണ് മുകളിൽ എടുക്കുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൽ സ്കിപ്പ് ചെയ്ത് പോയതൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഹോട്ട് ആൻഡ് സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് ഭയങ്കര ഇഷ്ടം എന്ന് പറയാനില്ല, മധുരമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ മധുരത്തിനോട് അത്ര ഇഷ്ടമില്ല. എന്തായാലും വെറൈറ്റിക്ക് വേണ്ടി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാം, കുഴപ്പമില്ല. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.